search for a research about nanotechnology and Ayurvedic medicines. ആയുർവേദ മരുന്നുകൾ എത്രത്തോളം സൂക്ഷ്മമാണ്. അങ്ങനെ ഒരു ചിന്തയ്ക്ക് കാരണം ഗവൺമെന്റ് ISROയുമായി ചേർന്ന് നാനോ മരുന്നുകൾ ഇറക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുവെന്ന് അറിഞ്ഞതുകൊണ്ടാണ്. ശാശ്വതോയം ആയുർവേദ എന്ന ആചാര്യൻ പറഞ്ഞിട്ടുള്ള നിലയ്ക്ക് ഇതെത്രത്തോളം വരാനിരിക്കുന്ന ശാസ്ത്ര ശാഖകളെ ഉല്ലംഘിക്കുന്നുവെന്ന് അറിയണമെന്നൊന്ന് തോന്നി. ഒരു വട്ടാണെന്ന് കൂട്ടിക്കോളൂ. ഭാവസ്വഭാവ നിത്യത, സ്വഭാവ സംസിദ്ധ ലക്ഷണത, അതിലെ ഭാവസ്വഭാവ നിത്യത്വം അതിസൂക്ഷ്മമാണെന്ന് തോന്നി. അവിടെ അദ്ദേഹവുമായി ആദ്യമായ ഒരു അഗ്രിമെന്റ് വെച്ചത് സാരസ്വതാരിഷ്ടം, ധനധനേനാദി തുടങ്ങിയ കഷായങ്ങള്, പിന്നെ വെറുതെ ഉണ്ടാക്കുന്ന ചില പഴയ നാടൻ കഷായങ്ങള്, ഇവയൊക്കെ എത്രത്തോളം നാനോ തലത്തിലാണ്. ക്ഷീരബല, ഇവയൊക്കെ മരുന്നുകൾ അദ്ദേഹത്തിന്റെ കൊടുത്തു. കേരളത്തിലെ പ്രമുഖമായ നാനോസ്കോപ്പുള്ള സ്ഥാപനങ്ങളെയൊക്കെ ഞങ്ങൾ സമീപിച്ചിരുന്നു. ഒരു വട്ടാണെന്ന് പറഞ്ഞാണ് തിരിച്ചുവിട്ടത്. അതുകൊണ്ട് തന്നെയാണ് വട്ടാണെന്ന് കൂട്ടിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞത്. അദ്ദേഹം മരുന്നുകൾ കൊണ്ടുപോയി നാനോ പരീക്ഷണം തന്നെ നടത്തി. അതിന്റെ റിപ്പോർട്ടുകളും അതിന്റെ ചിത്രങ്ങളും സഹിതം അയച്ചു. മുമ്പത് ഞങ്ങൾ ധന്വന്തരി ആയുർവേദിക്സ് ആണെന്ന് തോന്നുന്നു നടത്തിയൊരു മീറ്റിംഗിൽ അത് പ്രദർശിപ്പിക്കുകയും ചെയ്തു. കൈരളിയിലും പ്രദർശിപ്പിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. അത്ഭുതകരമായ റിസൾട്ടായിരുന്നു. 1 to 6 നാനോമീറ്റർ ഹൈറ്റുള്ള ഡിസ്കുകളായിരുന്നു, നാനോ കാർബൺ ട്യൂബ്സ് ആയിരുന്നില്ല സാരസ്വതാരിഷ്ടത്തിലും മറ്റും കിട്ടിയത്. സാരസ്വതാരിഷ്ടം ഞങ്ങളുണ്ടാക്കിയതല്ല, ഔഷധിയുടേതാണ് കൊടുത്തത്. ചാത്തൻ കമ്പനികൾ ഉണ്ടാക്കുന്ന ഔഷധങ്ങൾക്ക് പോലും ഒരു സൂക്ഷ്മതയുണ്ട് എന്നൊന്ന് മനസ്സിലാക്കാനിടയെ. എന്ന് തന്നെയുമല്ലത് കൂടുതൽ ശക്തങ്ങളായ ചില അറിവുകളിലേക്ക് നയിക്കുകയും ചെയ്തു. ആയുർവേദ മരുന്നുകളിൽ ചൂർണങ്ങൾ ഒഴിച്ച് മിക്കവാറുമല്ല, ഗുളികകളും ഒഴിച്ച് മിക്കവാറുമല്ല, മിക്കവാറും നല്ല എല്ലാം, മിക്കവാറും എന്ന് പറയുകയാണെങ്കിൽ ചൂർണങ്ങളും ഗുളികകളും കൂടെ ഞാൻ ചേർക്കണം, അതെനിക്ക് തെറ്റിപ്പോയതാണ് ഭാഷയിൽ. എല്ലാം ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കും. അതുകൊണ്ട് ടോക്സിക്കോളജിക്ക്, പഥ്യത്തിന് അതീവ പ്രാധാന്യം ആചാര്യന്മാർ കൊടുത്തത് ഇതുകൊണ്ടാണെന്ന് ബോധ്യം. രോഗത്തെ താൽക്കാലികമായി പിടിച്ചു നിർത്തുകയല്ല എന്നത്. മരുന്നൊന്ന് മാറിക്കൊടുത്താൽ സംഗതി ബുദ്ധിമുട്ടാണെന്ന് ബോധ്യം. മൗലികങ്ങളായ കാര്യങ്ങളിൽ ഇത്രയേറെ ശ്രദ്ധ ആയുർവേദ ആചാര്യന്മാർ പണ്ട് വെക്കാനുള്ള കാര്യം ഇതാണെന്ന് മനസ്സിലായി. ഇതായിരുന്നു ഞങ്ങൾ അദ്ദേഹവുമായി ചേർന്നുള്ള ആദ്യത്തെ ഗവേഷണത്തിന്റെ ഭാഗം. രണ്ടാമതാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ പെരിങ്ങലത്തിന്റെ പേര് പൊടിച്ചു കൊടുത്തു വിടുന്നത്. ഇവിടുന്ന് പൊടിച്ചു കൊടുത്തു വിടുകയാണ്. ഇതവിടെ കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്ത സർവീക്സ് മെയറിൽ അദ്ദേഹം പരീക്ഷണം നടത്തി. ഇൻ വൈവോ ഇൻ വിട്രോ സ്റ്റഡിയെല്ലാം നടത്തി. റിപ്പോർട്ടുകളെല്ലാം ഡോക്ടർ വിഷ്ണുവുമായി നിങ്ങൾ സംവദിച്ചാൽ നിങ്ങൾക്ക് തന്നെ കിട്ടും. ഞാൻ ബ്ലഫ് ചെയ്യുന്നതാണോ എന്നറിയാൻ. കൊണ്ടുവന്നിട്ടുണ്ടാവും, കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകളും എല്ലാം നിങ്ങൾക്ക് കാണാം നേരിട്ട്. സമയമുണ്ടെങ്കിൽ നിങ്ങളതിനു വേണ്ടി ശ്രമിച്ചുകൊള്ളുക.
അത് ഞാൻ പറഞ്ഞ് തരുന്നതിനേക്കാൾ എളുപ്പമാണ്. അതിന്റെ പ്രൊവിഷണൽ പേറ്റന്റ് ഞങ്ങളുടെ പേരിലാണ്, മരുന്നിന്റെ. ഞങ്ങളിത് പേറ്റന്റ് കിട്ടി എന്നുള്ളതിന്റെ പേരിൽ ഒരു മരുന്നാക്കി കച്ചവടം ചെയ്യാൻ ഒന്നും തീരുമാനിച്ചില്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതായിരുന്നു. ഒരുപക്ഷെ ഇതിനേക്കാളൊക്കെ നല്ലതും കാശുണ്ടാക്കാൻ നല്ല വഴിയും അതായിരുന്നു. പക്ഷെ ഇത് ഞങ്ങളുടേതല്ല എന്നൊരു തോന്നൽ ഞങ്ങളെ എപ്പോഴും നിയന്ത്രിച്ചിരുന്നു. പൂർവാചാര്യന്മാരുടെ ഏത് ഒസ്യത്തെടുക്കുമ്പോഴും അവരുടെ അറിവിന് അവർ പണം വാങ്ങിച്ചിട്ടില്ലെങ്കിൽ അതെടുത്ത് വിൽക്കാനൊരുങ്ങുന്നത് ശാപമാണ്, അത് അഭിശാപം കൊണ്ട് രോഗങ്ങൾ ഉണ്ടാക്കും എന്നൊരു ഭയം ഞങ്ങളെ എന്നും ഗ്രസിച്ചിരുന്നു. അതില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ നിന്ന് നിങ്ങളോട് സംസാരിക്കുമായിരുന്നില്ല, കച്ചവടം തകർത്തുകയുമായിരുന്നു. കാരണം മാർക്കറ്റിംഗ് ഒക്കെ നന്നായി അറിയാം. ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ചെയ്യാത്തത്. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ ജനങ്ങളോട് പറഞ്ഞത്, ഈ ഒരു മരുന്ന് കഴിച്ചാൽ നിങ്ങൾ ഇതിനായിട്ട് ഓടി നടക്കേണ്ട കാര്യമില്ല. ആദ്യം പോലെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ഒട്ടേറെ റിസൾട്ട് ആയപ്പോൾ അദ്ദേഹം അയച്ചു തന്ന കാസറ്റുകളും അദ്ദേഹം അയച്ചു തന്ന റിപ്പോർട്ടുകളുമായി ആദ്യമായി ചെന്നത് RCCയിലേക്കാണ്. അവിടുത്തെ ഡോക്ടർമാരെ കണ്ട് അവരെ വളരെ സ്നേഹത്തോടെ സമീപിച്ച് ഡോക്ടർമാരുടെ ഒരു മീറ്റിംഗ് അവിടെ വിളിച്ചുകൂട്ടി. അവിടെ ഒരു ആയുർവേദ ഡോക്ടറുണ്ട്, അദ്ദേഹം അവരും ഉൾപ്പെടെ, ഒരമ്മയാണ്, അവരും ഉൾപ്പെടെ അവിടെ കൂടി ഞങ്ങൾക്ക് അറിയുന്ന ഈ വിവരങ്ങളെല്ലാം അവിടെ പ്രസന്റ് ചെയ്യുകയും ഈ കാസറ്റുകളെല്ലാം അവരെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇപ്പോഴും കയ്യിലുണ്ട്, കോപ്പിയാണ് അവരെ ഏൽപ്പിച്ചത്. കാരണം വിഷമിക്കുന്ന പാവപ്പെട്ട രോഗികൾക്കെങ്കിലും പ്രയോജനപ്പെടുമെങ്കിൽ പ്രയോജനപ്പെട്ടോട്ടെ. കാരണം ഭാരതത്തിന്റെ പൂർവാചാര്യന്മാരാരും ഒന്നും സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടില്ല. കാരണം അവർക്കറിയാമായിരുന്നു ക്ഷണികമാണ് ഈ ജീവിതം. അല്പകാലം കഴിഞ്ഞാൽ ഈ മണ്ണിനോട് വിട പറഞ്ഞു പോകണം. അറിവ് പരമ്പരാർജിതമാണ്, അത് പോകരുത്. അത് ആത്മവിശ്വാസത്തോടെ എടുത്തു കൊടുക്കാൻ കഴിയണം. അതിനതിന്റെ അറിവിനെ കുറിച്ച് പറയാവുന്നതെല്ലാം പറഞ്ഞു കൊടുക്കണം. ഈ തലത്തിലാണ് സ്ക്വാമസ് സെൽ കാർസിനോമയെ മുഴുവൻ ഞങ്ങൾ കണ്ടത്. ഇപ്പൊ ഞങ്ങൾ സ്ക്വാമസ് സെൽ കാർസിനോമയാണെന്ന് നോക്കാനും നിൽക്കാറില്ല. എല്ലാ രോഗത്തിനും പണ്ടൊരുത്തൻ മൂങ്ങയെ വളർത്തിയതുപോലെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. കടയിൽ ചെന്ന് ചോദിച്ചാൽ മൂങ്ങയുണ്ട് തേങ്ങയുണ്ടെന്ന് പറയും എന്ന് പറയുന്ന പോലെ എന്ത് ക്യാൻസറിനോട് ബന്ധപ്പെട്ട് ഏത് രോഗമായാലും പെരിങ്ങലം മേമ്പൊടിയായിട്ടെങ്കിലും ഉണ്ട്. ഇത് ചെടി നിങ്ങൾക്ക് മനസ്സിലായോന്നറിയില്ല. പെരിങ്ങലം, പെരുഗ്, ഇപ്പൊ മനസ്സിലായത് തരും. കേരളത്തിൽ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഒരേ സാധനമാണ്. വട്ടപ്പെരുഗ് എന്ന് പറയും. വട്ടപ്പെരുഗ് ഒരു പേരെന്ന് തിരുവനന്തപുരം സൈഡിലല്ല, അങ്ങനെ ഒരു സാധനമാണ്. പറയുമ്പോൾ ഒരു പേരേ കാണുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് ഒരു പേരൻ എന്നൊരു പേര് വന്നത്. അപ്പൊ അതിന്റെ മയൂരജംഘ എന്നാണ് സംസ്കൃതം. ബൊട്ടാണിക്കലിനെ ക്ലെറോഡെൻഡ്രം വിസ്കോസം എന്നാണ് ബൊട്ടാണിക്കലിനെ. വളരെ ഫലപ്രദമായി ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരെണ്ണമാണ്. അതുകൊണ്ട് ക്യാൻസറിനെ പല നിലയിൽ വേണം കാണാൻ. ഒരു നിലയിൽ കണ്ടാൽ പറ്റില്ല. ലിവറിലും മറ്റും വരുന്നതിനെ ലിവറിനോട് ചേർത്ത് വെച്ച് തന്നെ വേണം കാണാൻ. എകൃത്ത രോഗങ്ങളുടെ പട്ടികയിൽ പെടുത്തി വേണം കാണാൻ. ശ്വാസകോശത്തിലും മറ്റും വരുന്നതിനെ വളരെ സൂക്ഷിച്ച് കണ്ടാൽ വളരെ വേഗം റിസൾട്ട് കിട്ടും, വളരെ പെട്ടെന്ന്. യഷ്മ, രാജേഷ്മ, തക്മൻ വിഭാഗങ്ങളിൽ അഥർവവേദം മുതൽ ഇങ്ങോട്ടുള്ള ഏത് മരുന്നെടുത്തു കൊടുത്താലും അത് രക്ഷപ്പെടും. 5 മുക്കുറ്റിയും 5 കുരുമുളകും ഇതിന് ഫലം തരുന്ന സാധനമാണ്. വളരെ എളുപ്പത്തിൽ ഫലം തരുന്ന സാധനങ്ങളിൽപ്പെട്ടതാണ് 5 മുക്കുറ്റി, 5 കുരുമുളക്. പിന്നെ യക്ഷ്മ രോഗത്തിനുള്ളൊരു കഷായമുണ്ട്.
വളരെ പ്രാചീനമാണ്. അത് അരിയാറ്, ജീരകം 4, സന്നികായം ഇവയൊക്കെ ചേർത്ത് കഷായം വെച്ച് നാടൻ കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. വെജിറ്റേറിയൻസിന് അങ്ങനെ കൊടുക്കരുത്. വെജിറ്റേറിയൻസിന് സാൽമ്യമില്ലാത്തത് കൊണ്ട് യാതൊരു മാംസവും ഔഷധത്തിൽ ചേർത്ത് കൊടുക്കരുത്. അവർക്ക് കൊടുക്കുമ്പോൾ അതിന് പകരം നിത്യോദിത രസം ഗുളിക ചേർത്ത് കൊടുക്കുക. വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. കോട്ടയ്ക്കലിലെ മഹാവില്വാദി ലേഹ്യത്തില് ഒരു 101 കുടം ലോഹസിന്ദൂരം ചേർത്ത് കൊടുത്താൽ വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. അങ്ങേയറ്റം ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. ലുക്കീമിയ രോഗികളിലും മറ്റും ഹീമോഗ്ലോബിൻ കുറയുമ്പോഴും ഇത് വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. മഹാവില്വാദി മറ്റു പല കമ്പനികളുടെയും ഞങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങളുണ്ടാക്കിയും പരീക്ഷിച്ചിട്ടുണ്ട്. പരാജയമായിരുന്നു എന്നതുകൊണ്ടാണ് പേരെടുത്ത് കമ്പനിയെ പറഞ്ഞത്. അല്ലാതെ വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല. ഈ ഒരു മരുന്നിന്റെ കാര്യത്തിൽ മാത്രവുമാണ് വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. മറ്റൊന്നും ഞങ്ങൾ അങ്ങനെ നോക്കിയിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞ ഏതിലാണ് എവിടെയാണ് ഗുണം കിട്ടുന്നതെന്ന് നോക്കിയാണ് ഞങ്ങൾ നടക്കുക. കാരണം റിസൾട്ടാണ് നമുക്ക് മുഖ്യം. വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. ലങ് ക്യാൻസറിൽ നല്ല റിസൾട്ട് ആ രംഗത്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും എല്ലാ സ്ഥലത്തുനിന്നും ഉപേക്ഷിച്ച രോഗികളിൽ ഈ റിസൾട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ക്ഷമയില്ലാത്ത രോഗികൾ ധാരാളം ഉണ്ടാവും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിഷമം. കാരണം ദിരർബുദത്തിന്റെയും മറ്റും തലം വരുമ്പോ പലയിടത്തും പല സെക്കൻഡറീസും കാണും. അപ്പൊ നമ്മൾ ലങ്ങിന് ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോ എല്ലിലുണ്ടോ എന്ന് രോഗിയോട് ചോദിക്കാൻ ഒരുങ്ങിയാൽ തന്റെ ഇടം പോകും. ചോദിക്കാതെ വെറുതെ മരുന്ന് കൊടുക്കാനാവില്ല. ഇതിനിടയിൽ ഏതെങ്കിലും വേദനയോ ചെറിയ പ്രശ്നമോ വന്നാൽ ഇവർ വീണ്ടും ഓടി ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലും. അവർക്ക് നാം ചികിത്സിക്കുന്ന രോഗികളെ മുഴുവൻ പരിചയമില്ല. നമ്മുടെ ചികിത്സാ രീതി എന്താണെന്നറിയില്ല. പ്രത്യേകിച്ച് ഞാനൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്യാസി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് സിദ്ധി പരിപാടിയാണ്, തട്ടിപ്പാണ് എന്നുള്ളത് ലോകസമ്മതമാണ്. നിങ്ങളിലും പലരും എന്നെക്കുറിച്ച് നേരത്തെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവണം. അതിലെനിക്ക് നിങ്ങളോട് ആരോടും വിരോധം ഉണ്ടാവില്ല. അത് ന്യായമാണ്, നാച്ചുറലാണ്. അപ്പോ അവരുടനെ ആളാരാണ്, എന്താണ്, മരുന്ന് കൊടുക്കുന്ന അറിവോടെയാണോ എന്നറിയാതെ ഈ രോഗിയെ അങ്ങ് പേടിപ്പിക്കും. അവിടുന്ന് ഇറങ്ങുമ്പോഴേ രോഗി ആവശ്യം. എന്നിട്ട് ഈ രോഗിയുടെ റിപ്പോർട്ട് ഇന്നയാൾ ചികിത്സിച്ചിട്ട് മരുന്നില്ല എന്ന് അവിടെ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കും. ഇത് വളരെ സൂക്ഷിച്ചോണം ആയുർവേദക്കാർ ചികിത്സിക്കാൻ പോകും. ഇതൊരു വലിയ റൈവൽറിയാണ്. പിന്നീട് അവിടെ ചെല്ലുന്ന ആളുകളെ എല്ലാം ഇതെടുത്ത് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. നോ, യു ഷുഡ് നോട്ട് ഗോ ദെയർ. ആയുർവേദത്തിൽ എവിടെയൊക്കെയോ മരുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഇതിങ്ങനെയാണ്. പക്ഷെ ഇതിനിടയിൽ ഇവന്റെ അടുത്തെവിടെയെങ്കിലും ഒരു അമ്മാവനോ അമ്മായിയോ വേറൊരു രോഗി മാറിയത് കാണുമ്പോൾ പോരുകയും വേണം, ഈ ആള് പറഞ്ഞ റിപ്പോർട്ട് വിശ്വസിക്കുകയും വേണമെന്ന് വരുമ്പോൾ വരുന്ന ഒരു അന്തർസംഘർഷം രോഗികൾ പങ്കുവെക്കുന്നുണ്ട് പലപ്പോഴും. ഇതവരറിയുന്നില്ല. ഇതൊക്കെ കേരളത്തിലെ ജിംനാസ്റ്റിക്സിൽപ്പെട്ടതാണ്. വളരെ ശക്തമാണ്. അതിനോടൊന്നും ഏറ്റുമുട്ടാതെ സൗമ്യമായി ഓരം ചേർന്ന് പോയാൽ മാത്രമേ നിങ്ങൾക്ക് മനുഷ്യ സ്നേഹം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പ്രത്യേകം ഓർമ്മിക്കണം. നിങ്ങൾ ഈ രംഗത്ത് ഒരാൾക്കോ 2 പേർക്കോ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന അടുത്തയാളിന് അത് പറ്റുന്നില്ല എങ്കിൽ അത് അങ്ങനെയൊന്നും ആയിരിക്കില്ല. മുമ്പ് കൊടുത്തവന്റെ മരുന്നിന്റെയും ഗുണമായിരിക്കും എന്നുവരെ ചിലപ്പോൾ ചർച്ച ചെയ്യും. ഈ ചർച്ചകളെല്ലാം ലോകത്തുണ്ടാവും. ഇപ്പൊ ചെറുപ്പക്കാരായതുകൊണ്ട് നിങ്ങളിൽ പലരും, കുട്ടികൾ പഠിക്കുന്നവരുമൊക്കെ ഉള്ളതുകൊണ്ട് പലരും ചാടി ഇത്തരം കാര്യങ്ങളിലേക്ക് ചാടുമ്പോൾ
വലിയൊരു സമൂഹത്തിന്റെ എതിർപ്പുണ്ടാകും എന്ന് എപ്പോഴും ഓർക്കണം. നൂറുകണക്കിന് കേസുണ്ടാവും. ആ കേസിനെ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങൾ ബിഷഗ്വരനാണെങ്കിലും അല്ലെങ്കിലും, പല വിധത്തിലും അതിനെ നേരിടാൻ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവില്ല. പലപ്പോഴും നിത്യനിരന്തരമായി പോലീസുകാർ വന്നുകൊണ്ടിരിക്കും. പിന്നെ നിങ്ങളുടെ സൗമ്യതയും മര്യാദയും നിങ്ങൾ ചെയ്യുന്നതിന്റെ നന്മയും ഒക്കെ കാണുമ്പോൾ അവരവസാനം ചോദിക്കും, ഒരു തലവേദനയ്ക്ക് മരുന്ന് വരും. അതേ ഉള്ളൂ ഇതിന് വഴി. അല്ല, നിങ്ങളുടെ കയ്യിലെ ലൈസൻസ് ഒന്നും ഇതിന് വഴിയാവില്ല. കാരണം റൈവൽറി എന്ന് പറയുന്നത് ഇന്ത്യൻ മൈൻഡിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടി നിങ്ങൾ അവെയർ ആയിരിക്കണം. അല്ലെങ്കിൽ ഞാൻ എല്ലാം പറഞ്ഞിട്ട് വ്യാവഹാരിക ആയുർവേദം, അങ്ങനെയാണ് അതിന് നാമം പറയാവുന്നത്. വളരെ പണ്ടേ ഉള്ളതാണ്. സുശ്രുതൻ അത് വളരെ വൈദികീയ സദ്വൃത്തത്തിൽ വളരെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. രാജാവിന്റെ അനുജ്ഞ, സമ്മതിപത്രം, ഇതൊന്നും പോരാ. ഓരോ സർജറി ചെയ്യുമ്പോഴും അധികാരികളിൽ നിന്ന് നേടേണ്ട സമ്മതപത്രം. മൊത്തം കിട്ടിയതുകൊണ്ടായില്ല. ഇങ്ങനെ വരുന്ന ഒരു ലോകത്തുകൂടിയാണ് നിങ്ങൾ പോകേണ്ടി വരിക എന്ന് വിചാരിച്ച് ഭയക്കരുത്. കാരണം ആരോഗ്യദാനം ദാനാനാം ഉത്തമം. മറ്റേത് ദാനത്തെക്കാളും ഉത്തമമായത് ഒരു ജീവന് ജീവിക്കാൻ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക. എല്ലാം പഠിച്ചിട്ടും എല്ലാം അറിഞ്ഞിട്ടും ചെയ്യാനാവില്ല. പഠിക്കുന്നത് ചെയ്യുക. അങ്ങനെ കടന്നു പോകാൻ പറ്റുള്ളൂ. അതിലൊരിക്കലും മടി കാണിക്കരുത്. ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നാൽ മരിക്കുന്നത് വരെ പഠിച്ചാലും തീരില്ല. ആ രീതിയിലായിരിക്കണം ഇതിന്റെ സമീപനം. അപ്പൊ ലങ് ക്യാൻസർ, മസ്തിഷ്കത്തിൽ വരുന്ന ട്യൂമറുകൾ, ഗ്ലയോമ, മിക്സഡ് ഗ്ലയോമ, ഗ്ലയോബ്ലാസ്റ്റോമ, ആസ്ട്രോസൈറ്റോമ, ഇങ്ങനെയൊക്കെ ഒരുപാട് പേരുകളിലുള്ളതുണ്ട്. ചിലത് വെറും പടോലമൂലാദി കഷായം കൊണ്ട് വയറിളക്കിയാൽ, അതിലൊരു 50% വരുന്നവ ട്യൂമർ അല്ല. സ്കാനറിൽ കാണുന്നത് പോലും റിയലി ട്യൂമർ അല്ല. അതുകൊണ്ട് എളുപ്പമാണ് ആയുർവേദക്കാരനെ ചികിത്സിക്കാൻ. പഴയ കാലത്തെ അമ്മൂമ്മമാർ വിശ്വസിച്ചിരുന്നപ്പോൾ നിങ്ങൾ കളിയാക്കിയിട്ടുണ്ടാവും. വര മുകളിലോട്ട് കയറും, അതുകൊണ്ട് ഉള്ളി അരച്ചിടുക എന്നൊക്കെ പറഞ്ഞ് ഉള്ളി മണപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആധുനികരും നിങ്ങൾ പലരും ചിരിച്ചിട്ടുണ്ടാവും. വെല്ലുമ്മയുടെ വിവരക്കുറവോർത്ത്. സ്രോതസ്സുകൾ തുറന്നിരിക്കുമ്പോൾ ഡക്റ്റ് വേമിന്റെയും മറ്റും മുട്ടകൾ അതിലൂടെ പോകും. അത് ബ്രെയിനിൽ ചെന്ന് വിരിയും. അവിടുത്തെ സ്രോതസ്സിൽ വെച്ച് വിരിയും. ഒന്നിൽ കൂടുതൽ വിരിഞ്ഞാൽ അവിടെ തന്നെ അവ ഇണചേർന്ന് വീണ്ടും മുട്ടയിട്ട് വികസിച്ച് കോളണിയാവും. സ്രോതസ് മുഴുവൻ ബ്ലോക്ക്. ഇതാണ് പല ബ്രെയിൻ ട്യൂമർ. നിമ്പാതി കഷായം, ചെറുകൈതാസവം, വിടങ്കാസവം, കൃമിഗ്ന വടിക, കൃമിശോധിനി വടിക, കൃമിമുദ്ഗര രസം, ഇവയൊക്കെ ക്ലാസിക്കൽ അനുസരിച്ച് ഫലപ്രദമാണ്. പാണൽ ഇലയുടെ നീര്, എള്ളെണ്ണ, ചെറുകടലാടി, രുദ്രാക്ഷം, ഇവയൊക്കെ കൈപ്രയോഗങ്ങൾ അനുസരിച്ച് പ്രയോജനപ്രദങ്ങളാണ്. ഇതിൽ സൂക്ഷിക്കേണ്ടത് പലപ്പോഴും
ഈ കൃമിയെ ശോധിപ്പിക്കുവാൻ നിങ്ങൾ ഒരുങ്ങുമ്പോൾ അതവിടെ ഇരുന്ന് വീർത്തു നിന്ന ഭാഗത്ത് ഒരു ചെറിയ വിള്ളൽ പോലെയാണ് വരുന്നതെങ്കിൽ അപസ്മാരം തുടർന്നുണ്ടാവും. അപ്പോഴാണ് നിങ്ങൾ വിഷമിക്കുക. അതുകൊണ്ട് മുൻകൂട്ടി തന്നെ ബ്രെയിൻ ട്യൂമറുകളിലാണെങ്കിൽ അപസ്മാരത്തെ കരുതിയിരിക്കണം. രുദ്രാക്ഷം, വയമ്പ്, വെളുത്ത ശംഖുപുഷ്പത്തിൻ്റെ പൊടിച്ചു കൊടുക്കുക. മറ്റൊന്ന് രക്തസ്രാവം ഉണ്ടാകാൻ വഴിയുണ്ട്, ലുക്കീമിയയിൽ വന്ന പോലെ. അതും കരുതിയിരിക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് തോന്നുന്നു. വികാരങ്ങളൊക്കെ വന്നാൽ മസ്തിഷ്ക രക്തസ്രാവം വരുമെന്ന് പറഞ്ഞു തോന്നുന്നു. അത് ഇതിലും ചിലപ്പോൾ സംഭവിക്കാം. മസ്തിഷ്ക രക്തസ്രാവത്തിന് കുംഭക ചൂർണം നല്ലതാണ്. ചുക്ക്, മുളക്, തിപ്പലി, പച്ചില, വരട്ടുമഞ്ഞൾ, നാടൻ കോഴിമുട്ടയുടെ തോട്, ഇത്രയുമാണ് കുംഭക ചൂർണത്തിന്റെ ഔഷധങ്ങൾ. ശ്ലോകം ഓർമ്മ വരുന്നില്ല, അതുകൊണ്ടാണ് എണ്ണം പറഞ്ഞത്. ഇത് പൊടിച്ചു വെച്ച് തേനിലോ നെയ്യിലോ ചാലിച്ചു കൊടുത്താൽ ഈ രണ്ട് അപകടങ്ങളെയും തൽക്കാലം തരണം ചെയ്യാം. അപസ്മാരത്തിന് പിന്നെ അപസ്മാരഹരങ്ങളായ പലങ്കഷാദ്യം, തൈലം തുടങ്ങിയവയൊക്കെ, ബൃഹത് പഞ്ചഗവ്യം, ഇവയെല്ലാം അവസ്ഥാനുസരണം ഉപയോഗിക്കാം. പഴയ നാടൻ പ്രയോഗങ്ങൾ അറിയാമെങ്കിൽ അവയൊക്കെ ഉപയോഗിക്കാം. അല്പം തലമുടിയും ഭൂനാഗവും കുഴിയാനയും കൂടി നെയ്യിൽ വറുത്ത് അരച്ച് നെറുകയിലേക്ക് ഇട്ടാൽ തളം നല്ലതാണ്. ഇതൊക്കെ കൊള്ളാം. മുരിങ്ങയുടെ കുരുവും ഒരല്പം കുരുമുളകും കൂടി പൊടിച്ച് ഇടയ്ക്കിടയ്ക്ക് പീനാദിയും കൂടെ ചേർത്താൽ കൂടുതൽ ഉത്തമമാണ്. ഇടയ്ക്കിടയ്ക്ക് വലിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇതിന് ചികിത്സിക്കുമ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ബ്രെയിൻ ട്യൂമറിന് ശരിയായ അർത്ഥത്തിൽ ട്യൂമർ ആണെങ്കിൽ കറുത്ത മുട്ടനാടിന്റെ തല സൂപ്പ് വെച്ചു കൊടുത്താൽ നല്ലതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് വെജിറ്റേറിയൻസിന് കൊടുക്കരുത്. നോൺ വെജിറ്റേറിയൻ കഴിച്ച പാരമ്പര്യത്തിൽ നിന്നൊക്കെ ആണെങ്കിൽ മാത്രമേ കൊടുക്കാം. അല്ലാത്തവർ കഴിച്ചാലും കുറെ ഫലം കിട്ടും, പക്ഷെ വേറെ ചില ബുദ്ധിമുട്ടുകൾ വരും. അശ്വഗന്ധാദി ചൂർണം ഇതിന് വളരെ നല്ലതാണ്. മക്കിപ്പൂ എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്, കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ബൊട്ടാണിക്കൽ നെയ്മ് ഓർമ്മ വരുന്നില്ല. ദമനകം എന്നാണെന്ന് തോന്നുന്നു സംസ്കൃത നാമത്തെ. അത് ഔഷധമാക്കി കൊടുത്താൽ വളരെ ഫലപ്രദം. അസ്ട്രോസൈറ്റോമയിലും ഗ്ലയോമയിലും മിക്സഡ് ഗ്ലയോമയിലും ഗ്ലയോബ്ലാസ്റ്റോമയിലും ഫലപ്രദമാണ്. അതിന്റെ വേറിട്ടുള്ള പേരുകളൊന്നും കേട്ട് പേടിക്കണ്ട. ഇങ്ങനെ രോഗത്തിന്റെ ഓരോ തലം മനസ്സിലാക്കി ചെയ്താൽ ഇവയിൽ പലതും പെട്ടെന്ന് മാറും. അന്തർവിദ്രധി എന്ന നിലയിൽ ചികിത്സിച്ചാൽ വളരെ ഫലം കിട്ടുന്നവയാണ് ഇതിൽ പലതും. ഞാൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അർബുദം, അന്നനാളം, തന്നെ ലിവർ, സ്റ്റൊമക്ക്, ഗർഭാശയം, യൂട്രസ്, കവിളിലേത്, നാവിലേത്, പ്രോസ്റ്റേറ്റ്, ലങ്, എല്ലില്, ബോണില്, ലിവർ, ലങ്, ബോൺ, ബ്രെയിൻ ഒന്നിച്ചുള്ളത്, സ്കിൻ ക്യാൻസർ, HPV അനുബാധ കൊണ്ടുള്ളത്, then ലിവർ ക്യാൻസർ, ക്യാൻസർ യൂട്രസ്, ക്യാൻസർ പെനിസ്, കഴുത്തിലെ ക്യാൻസർ, then ബ്രെയിൻ ട്യൂമർ, ഒപ്റ്റിക് നെർവിലെ ഒരു ക്യാൻസർ. ഇങ്ങനെ ഇതിൽ മിക്കവാറുമെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ കോപ്പി നിങ്ങൾ എടുക്കാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഡോക്ടർ വിഷ്ണുവിനോട് ചോദിച്ച് എടുക്കാൻ ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കാം. അത്
മരുന്നുകൾ ഏതൊക്കെയാണ് കൊടുത്തത് എന്ന് മാത്രമാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഇപ്പൊ അന്നനാളത്തിലൊക്കെ ആണെങ്കിൽ ദശമൂല ഹരിതകി ലേഹ്യം, വര്യാദി കഷായം, ജ്യോതിഷാംഗ രസസിന്ദൂരം ചേർത്ത്. വര്യാദി കഷായം, ജ്യോതിഷാംഗ രസസിന്ദൂരം ചേർത്ത്, അതുപോലെ തന്നെ വരണാദി കഷായം, കഞ്ഞിവെള്ളത്തിൽ പെരിങ്ങല വേര്, തഴുതാമ വേരിട്ട് വന്ന കഞ്ഞി, സഹദേവിയാദി ലൗഹം, ഗുൽഗുലു തിക്തകൃതം. ലൗഹം എന്ന് പറഞ്ഞത് ലേഹ്യം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ലോഹം ചേർത്തുണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ആ പേരിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ളതെല്ലാം ചെയ്യുമ്പോൾ മാറും. അങ്ങനെ മിക്കവാറും ഓരോന്നിന്റെയും മരുന്നുണ്ട്. മരുന്നുകളായത് വായിച്ച് ഞാൻ നേരം കളയണ്ട. കോപ്പി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഡോക്ടറുമായി നിങ്ങൾ സമ്പർക്കം പുലർത്തിയാൽ മതി. ഇത് 1981 മുതൽ ചെയ്ത ആദ്യകാലത്തെ ചികിത്സ. ഇന്നിതൊന്നും അല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡായിട്ട്. കാരണം അന്ന് ചെയ്തത് പാവങ്ങൾക്കാണ്. പാവങ്ങൾക്ക് ചെയ്യുമ്പോൾ 1 or 2 മരുന്ന് മതി, മറ്റു വഴിയില്ലാത്തവർക്ക്. ഇന്ന് പാവങ്ങളുടെയൊക്കെ രോഗം മാറുന്നത് കണ്ടു വരുന്നത് പണക്കാരൻ. 10 ലക്ഷവും 15 ലക്ഷവും ചെലവാക്കി കഴിഞ്ഞു വന്ന് ഒരു പെരിങ്ങല വേര് എടുത്തു കൊടുത്താൽ നമ്മൾ പുച്ഛം തോന്നും. അപ്പൊ വലിയ അപകടമില്ലാത്ത ഒരു 4000 രൂപയുടെ മരുന്ന് എഴുതി ഷോപ്പിങ്ങിന് പോകുമ്പോൾ ബിഗ് ഷോപ്പുകളിൽ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയാൽ ഒരു മനസ്സമാധാനം. രോഗം മാറാൻ അത്രയൊന്നും ആവശ്യമില്ല. ഇത് അവരോട് തന്നെ പരസ്യമായി എല്ലാ ദിവസവും ഒരിക്കലും മറക്കാതെ പറഞ്ഞിട്ടാണ് എഴുതി കൊടുക്കുന്നത്. എന്നിട്ടിത് മേടിച്ചുകൊണ്ട് പോകുന്നു എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത്. ഞാൻ ഒരു ദിവസവും പറയാതിരിക്കില്ല. എല്ലാ ദിവസവും രാവിലെ 2 മണിക്കൂർ നേരം രോഗിയെ ഇതിനെക്കുറിച്ച് അവയറാക്കിയിട്ട് മാത്രമാണ് മരുന്ന് കൊടുക്കുന്നത്. അതിലാദ്യം പറയുന്നത് ദൈവവ്യപാശ്രയവും സത്വാപജയവും ഏറ്റവും പ്രാധാന്യമായി മനസ്സിലാക്കുമെങ്കിലേ ചികിത്സിക്കാവൂ. ദശവിധ പാപങ്ങളെ ഇല്ലാതാക്കിയാലേ ചികിത്സിക്കാവൂ. ഇതൊക്കെ രോഗിക്ക് ആദ്യം പറഞ്ഞു കൊടുക്കണം. ദശവിധ പാപങ്ങൾക്കുമുള്ള പശ്ചാത്താപം വേണം, പ്രായശ്ചിത്തം വേണം. എന്നിട്ട് മരുന്ന് കൊടുത്താൽ ഫലമുണ്ട്. ആ അന്ധവിശ്വാസത്തിൽ നിന്ന് തന്നെയാണ് ചികിത്സ ചെയ്തു പോരുന്നത്. അതുകൊണ്ട് പലപ്പോഴും അതിനെ കാണുന്നത് അങ്ങനെയാണ്. പല ബ്രെയിൻ ട്യൂമറും, ഗ്ലയോമ, മിക്സഡ് ഗ്ലയോമ, ഗ്ലയോബ്ലാസ്റ്റോമ, ആസ്ട്രോസൈറ്റോമയോ വരുമ്പോൾ അഗ്നിമാന്ദ്യം, ഏമ്പക്കം, മലബന്ധം, പുളിച്ചു തികട്ടൽ, പുകഞ്ഞു തികട്ടൽ, വേദന, മൂക്കടപ്പ്, ഇന്ദ്രിയ ദൗർബല്യം, ക്രോധം, ഉറക്കക്കുറവ്, ശാഖകളിൽ നീര്, ഇവയൊക്കെ ലക്ഷണമായി കാണും. അതാണ് കൃത്യമായി നോക്കേണ്ടത്. മറ്റേ പേപ്പറൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. ചിലർക്ക് പെട്രോളിയത്തിന്റെയോ അതുപോലെ തന്നെ ഡീസലിന്റെയോ ഒക്കെ മണം വരും, ഉള്ളിൽ ഗന്ധമുണ്ടാവും. ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നതിനെ കുറിച്ചുള്ള പ്രാചീനന്റെ രീതി ശ്രമിച്ചപ്പോ പ്രഭൂതം മൂത്രമൽപവിടശ്രദ്ധ ധൂമകോ അമ്ലക ശിരപൃഷ്ഠ ഉരസാം ശൂലം ആലസ്യം ഭിന്നവർണ്ണത തന്ത്രേന്ദ്രിയാണാം ദൗർബല്യം ക്രോധോ ദുഃഖോപചാരത. ഈ ഭാഗം എടുത്തു വെച്ചാണ് ഞങ്ങൾ ഇതിനെ സമീപിച്ചത്. അപാനദൂഷ്യം കൊണ്ട് ഉണ്ടാകുന്നതാണിത്. കഫത്തെയും രക്തത്തെയുമാണ് ഇത് ദൂഷിപ്പിക്കുന്നത്. ആയത് വ്യാനന്റെ പ്രേരണ കൊണ്ട് മസ്തിഷ്ക ആവരണ കലകളിൽ അർശസ് പോലുള്ള അങ്കുരങ്ങൾ ഉണ്ടാക്കി വരുന്നതാണ്. അതുകൊണ്ട് കപാല അർശസിന്റെ ചികിത്സ ഇതിന് ഭരിക്കാവുന്നതാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ആ വഴിക്ക് ഞങ്ങൾ ചിന്തിച്ചതും അതിനെ കണ്ടതും. അതുകൊണ്ട് ആയുർവേദത്തിൽ എങ്ങനെയാണ് ഇത് സമീപിക്കേണ്ടതെന്ന് ചില ഉദാഹരണങ്ങളെങ്കിലും പറയാതെ പോയാൽ എന്റെ സിദ്ധാന്തം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. സിദ്ധാന്തമില്ലാതെ പ്രയോഗത്തിലേക്ക് പോകുമ്പോൾ അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ശാസ്ത്രമാവില്ല. അതിൽ ബ്രെയിൻ ട്യൂമറിൽ പലതും ഉദാവർത്തജന്യവുമാണ്. ഉദാവർത്തം ഇന്ന് സർവ്വസാധാരണമാണ്. അതുകൊണ്ട് രോഗിയെ ഉദാവർത്തത്തിന് അഗ്നിമാന്ദ്യത്തിന് ഒക്കെ ചോദിക്കാതെ ചികിത്സിക്കുകയാണെങ്കിൽ രസായനമെന്ന നിലയിലും ഊർജസ്കരമെന്ന നിലയിലും ഉദാവർത്ത ശാന്തിക്കെന്ന നിലയിലും ഒക്കെ നമുക്ക് സമീപിക്കാവുന്നതാണ് ത്രിഫല. പാൻക്രിയാസിലെ ട്യൂമറിനും മറ്റും ത്രിഫല മാത്രം മതി, വേറെ ഒരു മരുന്ന് വേണ്ട.
പാൻക്രിയാറ്റൈറ്റിസ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ കപ്പ കഴിക്കുന്നവർക്കുണ്ടാകുന്നതാണ്. ആയുർവേദ ഭിഷഗ്വരന്മാർ ആദ്യമായി തന്നെ അവരോട് പറയേണ്ടത് ഈ കപ്പ ഫോറിനാണ്, ഇന്ത്യൻ അല്ല. 2, ഇത് കഴിക്കുന്നത് പണ്ട് കാലത്ത് തിളപ്പിച്ചൂറ്റിയിട്ടാണ്, ഇപ്പൊ നിങ്ങൾ പ്രഷർ കുക്കറിലാണ്. 3, ഇത് പച്ചക്കരിഞ്ഞ് വറുത്ത് തിന്നുന്നുണ്ട്, ഒരിക്കലും ചെയ്യരുതാത്തതാണ്.